ഇനി ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ വെച്ചിട്ട് 10-15 മിനിറ്റിനുള്ളിൽ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്നാക്സ് തയ്യാറാക്കാനായിട്ട് പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂണ് ജീരകം ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇനി ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഈ ഉള്ളി ഒന്ന് വെന്ത് വന്നാൽ മതി, ഒരുപാട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 3/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു തക്കാളിക്ക് അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഇത് 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, അതും കൂടെ ചേർക്കാം. ഇനി ഇതൊരു 5 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനേ. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തവി കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം. എനിക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നോക്കുക. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ആറിയതിന് ശേഷം സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് കൈകൊണ്ട് ഇതൊന്ന് കുഴയ്ക്കാം. എന്നിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഒരു ചെറിയ ഉരുള എടുത്തിട്ട് കൈയുടെ ഉള്ളം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്നാക്സ് ഇവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.